Max Wings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program is sponsored by Gulf Echo in association with സ്വാതേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. Alloy General Trading LLC, Sharjah, UAE. Desert Rose is one of the best professionally managed tour operators in UAE. Aris Group UAE. അസ്സലാമു അലൈക്കും. പ്രവാചകൻ പറയുകയുണ്ടായി, ആരെങ്കിലും വിശ്വാസത്തോടെയും പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടും നോമ്പ് അനുഷ്ഠിക്കുകയാണെങ്കിൽ അവന് തൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ത്യാഗത്തിൻ്റെയും കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു റംദാൻ മാസം കൂടിയതാ. എല്ലാവർക്കും റംദാൻ വിരുന്നിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാൻ മാസം ലോകമെമ്പാടുമുള്ള സത്യവിശ്വാസികൾ വ്രതാനുഷ്ഠാനത്തിനായി എല്ലാ നിലയിലും തയ്യാറെടുത്ത് അള്ളാഹുവിൻ്റെ മാസത്തെ വരവേൽക്കുകയാണ്. എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ ഒരു മാസം സത്യവിശ്വാസികൾക്കായി പ്രദാനം ചെയ്തത്? ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ആ മഹാശക്തി ഒരു മാസക്കാലം പൂർണ്ണമായും പകലിൽ നിരാഹാരം അനുഷ്ഠിച്ചുകൊണ്ട് രാവുകളെ ജീവസ്സുറ്റതാക്കി ആരാധനകളാൽ നിമഗ്നമാക്കിക്കൊണ്ട് ആ രക്ഷിതാവിന് അനുസരണ ബോധ്യപ്പെടുത്താൻ ലോകത്തോട് കൽപ്പിച്ചിരിക്കുന്നു. നാം മനസ്സിലാക്കണം, ഒരു നിമിഷം ഈ ഭൂമുഖത്ത് 1400 അടി ഘനമഴ പെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ നാട്ടിൽ മഴയില്ലാത്തപ്പോഴും ലോകത്ത് മറ്റിടങ്ങളിലെല്ലാം അല്ലെങ്കിൽ മറ്റ് പല പ്രദേശങ്ങളിലും മഴ പെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ശാസ്ത്രജ്ഞന്മാരുടെ കണക്കാണ്, ഒരു നിമിഷം 1400 അടി ഘനമഴ പെയ്യുന്നു ഭൂമിയിൽ. 35,000 ടൺ ജലം ഓരോ സെക്കൻഡിലും സമുദ്രത്തിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. സമുദ്രങ്ങളിൽ ഇത്രയും അധികം ജലം നദികളിൽ നിന്ന്, പുഴകളിൽ നിന്ന് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ആമസോൺ, നൈൽ നദി പോലുള്ള നദികളിൽ നിന്നും പ്രവഹിക്കുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 63,800 ഗ്യാലൻ വെള്ളം ഓരോ സെക്കൻഡിലും ഭൂമുഖത്തെ മനുഷ്യർ കുടിച്ചു തീർക്കുന്നു. മുസ്ലിങ്ങൾ നോമ്പ് നോക്കുമ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ജനങ്ങൾ വെള്ളം കുടിക്കുന്നു, ദാഹശമനം വരുത്തുന്നു. 63,800 ഗ്യാലൻ വെള്ളം ഓരോ സെക്കൻഡിലും മനുഷ്യർ അകത്താക്കിക്കൊണ്ടിരിക്കുന്നു. 40,000 ടൺ ഭക്ഷണമാണ് മനുഷ്യർ ഒരു സെക്കൻഡിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മനുഷ്യരുടെ മാത്രം അളവാണ്. ഇന്ന് ഭൂമുഖത്തുള്ള ഏറ്റവും വലിയ ജീവി നീലത്തിമിംഗലമാണ്. ഒരു നീലത്തിമിംഗലം ഒരു നേരം അകത്താക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മുഴുവൻ മനുഷ്യരും ഒരു ദിവസം കഴിക്കുന്ന ഭക്ഷണമാണ്. ആരാണ് ഇവയ്ക്കൊക്കെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്? ആരാണ് ഈ ഭക്ഷണത്തിൻ്റെ അളവ് ഇത്ര കൃത്യമായ അനുപാതത്തിൽ വ്യവസ്ഥാപിതമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്? ഓരോ സെക്കൻഡിലും ലോകത്ത് 114 ശിശുക്കൾ ജനിക്കുകയാണ്. നാം കണ്ണടച്ച് തുറക്കുന്ന സമയത്ത് ഭൂമിയിൽ പിറന്നു വീഴുന്ന 114 ശിശുക്കളാണ്. ഓരോ സെക്കൻഡിലും 100 പേർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത്ര വ്യവസ്ഥാപിതമായി, ആസൂത്രിതമായി പ്രപഞ്ചത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? ആ ജഗന്നിയന്താവ് മുസ്ലിങ്ങൾ അള്ളാഹുവെന്നും ഹിന്ദുക്കൾ ഈശ്വരനെന്നും ക്രൈസ്തവർ യഹോവയെന്നും വിളിക്കുന്ന ആ മഹാശക്തി, ആ പരാശക്തി
വ്യവസ്ഥാപിതമായി ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വസ്സമാ റഫാഹ വവളഅൽ മീസാൻ. ആകാശത്തെ മനുഷ്യർ കാണുന്ന തൂണുകളില്ലാതെ ഉയർത്തി നിർത്തിയത് അല്ലാഹു ആകുന്നു. വവളഅൽ മീസാൻ, എല്ലാറ്റിനും ഒരു ബാലൻസ്, ഒരു ക്രമീകരണം അവിടെ നടത്തിയിരിക്കുന്നു. എല്ലാം കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ മഹാശക്തി മനുഷ്യരോട് ആജ്ഞാപിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ്സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. വിശ്വാസികളെ, ഒരു മാസക്കാലം നിങ്ങൾ പൂർണ്ണമായി വ്രതാനുഷ്ഠാനങ്ങളിൽ മുഴുകുക. ഇത് നിങ്ങൾക്ക് മാത്രമുള്ള കൽപ്പനയല്ല. നിങ്ങൾക്ക് മുമ്പ് ഈ ഭൂമുഖത്ത് വന്നുപോയ എല്ലാ മനുഷ്യ വിഭാഗത്തോടും എല്ലാ രാഷ്ട്രങ്ങളുടെ ജനതകളോടും അള്ളാഹു കൽപ്പിച്ചിരുന്നത് തന്നെയാണ്. നോമ്പെടുക്കാത്ത, നോമ്പില്ലാത്ത ഒരു മനുഷ്യ വിഭാഗം, ഒരു മനുഷ്യ സമുദായം ഭൂമിയിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. നോമ്പിൻ്റെ രീതിയിലോ എണ്ണത്തിലോ സ്വഭാവത്തിലോ രൂപത്തിലോ ഒക്കെ വ്യത്യസ്തത ഉണ്ടെങ്കിൽ പോലും നോമ്പ് എന്നൊരു കർമ്മം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് ഈ രീതിക്ക് സംവിധാനിച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അള്ളാഹുവാണ് നോമ്പെടുക്കാൻ കൽപ്പിച്ചത്. വിശ്വാസികൾ ആ കൽപ്പന ഏറ്റുവാങ്ങുന്നു, ശിരസ വഹിക്കുന്നു. അള്ളാഹുവിനു വേണ്ടി അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് അവർ കൃത്യമായി നോമ്പനുഷ്ഠിക്കുന്നു. അസ്ലാം വലൈക്കും. നന്മയുടെ സുഗന്ധം ചൊരിയുന്ന പൂക്കാലമാണ് ഓരോ നോമ്പുകാലവും. ഈ നോമ്പുകാലത്തെ കൂടുതൽ പരിപാവനമാക്കുവാൻ പ്രാർത്ഥന മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും അള്ളാഹുവിന് മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യുവിൻ. ഈ ഒരു റംദാൻ കാലത്ത് ആരോഗ്യകരമായ നോമ്പ് എങ്ങനെ അനുഷ്ഠിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നു അജ്മാൻ മെട്രോ മെഡിക്കൽ സെൻ്ററിലെ പ്രശസ്ത പീഡിയാട്രീഷ്യനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ജമാലുദ്ദീൻ അബൂബക്കർ. ഡോക്ടറെ ഹെൽപ്പ് പ്ലസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ അസ്സലാമു അലൈക്കും. ഡോക്ടർ, സാധാരണ ഈ റംദാൻ സമയത്ത് 15 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നോമ്പാണല്ലോ. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ജനറലായിട്ട് പൊതുവായിട്ട് നടക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നാം കഴിക്കുന്ന ആഹാരത്തിൽ പ്രധാനമായുള്ള ഘടകം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, പിന്നെ വെള്ളം. മറ്റ് മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട്, പക്ഷേ പ്രധാനമായിട്ടുള്ള ഇതാണ്. അപ്പോൾ ആഹാരം കഴിക്കുമ്പോൾ നോമ്പ് എന്ന് പറയുന്നത് രാവിലെ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഈ ആഹാരപാനീയങ്ങൾ വർജിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്, ഈ ഫാറ്റ്, പ്രോട്ടീൻ, ഇതിൻ്റെ ദഹനം, ഇത് നമ്മുടെ എനർജിക്ക് വേണ്ടി, നമ്മുടെ ശരീരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്നത് നമ്മുടെ ശരീരത്തിന് എപ്പോഴെങ്കിലും ഇതേപോലെ ആഹാരം ലഭിക്കാതെ വരുമ്പോൾ ഉപയോഗത്തിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരം, നമ്മൾ വായിൽ നിന്ന് ആഹാരം അന്നനാളത്തിലൂടെ ആമാശയത്തിലെത്തുന്നു. ആമാശയത്തിൽ ഒരു 3 മണിക്കൂർ മുതൽ 5 മണിക്കൂർ ഇത് നിൽക്കുന്നു. ഈ ആമാശയത്തിൽ നിന്നും ചെറുകുടലിലേക്ക് ഇത് പോകുന്നു. ചെറുകുടലിലേക്ക് പോകുമ്പോൾ ഈ ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറിൽ എല്ലാ ഈ കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും ഒക്കെ ഒരേ സമയത്തല്ല പോകുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം പോകുന്നത് പ്രോട്ടീനാണ്, ഏറ്റവും അവസാനം പോകുന്നത് ഫാറ്റാണ്. ഇതിൻ്റെ നടുക്കാണ് കാർബോഹൈഡ്രേറ്റ് പോകുന്നത്. പിന്നെ വെള്ളം എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ അത് അബ്സോർബ് ചെയ്യുകയും ചെയ്യപ്പെടും. പക്ഷേ തണുത്ത വെള്ളമാണെങ്കിൽ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ആമാശയത്തിൽ നിന്ന് ഇത് ചെറുകുടലിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ഗ്യാസ്ട്രിക് എംപ്റ്റിങ് എന്ന് പറയും. അങ്ങനെ ഈ സ്റ്റൊമക്ക് എംപ്റ്റി ആവുന്നതോടുകൂടി നമുക്ക് ചില വിശപ്പ് തുടങ്ങും. പിന്നെ ഇതിൻ്റെ ദഹനപ്രക്രിയ ഏറ്റവും അവസാനം സംഭവിക്കുന്നത് ചെറുകുടലിലാണ്. അവിടുന്ന് ഈ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, ശരീരത്തിൻ്റെ എല്ലാ ഇൻറ്റേർണലായിട്ടുള്ള പ്രവർത്തനത്തിനും നമ്മൾ ശരീരത്തിന് നമ്മുടെ മറ്റ് ശാരീരികമായി നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ എനർജിയും ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. അപ്പോൾ ഈ ഭക്ഷണത്തിൽ ഉടനെ തന്നെ ഈ ഗ്ലൂക്കോസ്, എനർജി എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റിൻ്റെ അന്തിമമായിട്ടുള്ള ഈ ദഹന പ്രക്രിയയിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഗ്ലൂക്കോസാണ്. ഈ ഗ്ലൂക്കോസ് ഉടനെ തന്നെ ശരീരത്തിന് ആവശ്യമാണെങ്കിൽ അത് ഉപയോഗിക്കപ്പെടും. അതല്ലെങ്കിൽ ഇത് ശരീരത്തിൽ, പ്രത്യേകിച്ച് ലിവറിലും നമ്മുടെ മസിലിലും ഇത് ഗ്ലൈക്കോജൻ എന്ന പേരിലാണ് സൂക്ഷിക്കപ്പെടുന്നത്. ഈ ഗ്ലൈക്കോജൻ ഒരിക്കൽ നമുക്ക് ആഹാരം കിട്ടാതിരിക്കുമ്പോൾ, നേരത്തെ രോഷിനി പറഞ്ഞ പോലെ 10 മുതൽ 15 മണിക്കൂറൊക്കെ നമുക്ക് ഫാസ്റ്റിങ്ങിൽ നിൽക്കുമ്പോൾ ഒരു 10 മണിക്കൂർ 12 മണിക്കൂറോളം ഈ ഗ്ലൈക്കോജൻ നമുക്ക് ഉള്ള എനർജി നമുക്ക് ലഭിക്കും. പക്ഷേ അതിനുശേഷം നമുക്ക് എനർജി വേണമെങ്കിൽ ഈ ഫാറ്റ് സെല്ലുകൾ, അഡിപ്പോസൈറ്റ്സ് എന്നൊക്കെ പറയുന്ന സ്ഥലത്തൊക്കെ ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫാറ്റാണ് പിന്നെ ബേൺ ചെയ്തിട്ട് നമുക്ക് എനർജി നൽകുന്നത്.
ഈ ഫാറ്റിൻ്റെ ഇതെന്ന് പറയുമ്പോൾ അത് കീറ്റോൺസ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ശരീരത്തിൽ ഈ ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിനും നമ്മുടെ രക്തത്തിലുള്ള RBCs എന്ന് പറയുന്നതിനും ഗ്ലൂക്കോസ് വളരെ അത്യാവശ്യമാണ്. ഈ ഒരു 12 മണിക്കൂറിന് ശേഷം നമുക്ക് എനർജി ആവശ്യമായി ഭക്ഷണം കിട്ടുന്നില്ല, എനർജി ആവശ്യമാണെങ്കിൽ നമുക്ക് ഫാറ്റിലേക്ക് പോകുന്നു. പക്ഷേ ദിവസങ്ങളോളം 1-2 ദിവസം നമുക്ക് ഭക്ഷണം ഒന്നും കിട്ടാതെ വരുമ്പോഴാണ് പ്രോട്ടീൻ ബേൺ ചെയ്യപ്പെടുന്നത്. അപ്പോഴാണ് നമുക്കൊക്കെ ഈ സ്റ്റാർവേഷൻ എന്നുള്ള സ്റ്റേജിലോട്ട് പോകുന്നത്. അതായത് നമുക്ക് ഭക്ഷണമൊന്നും കിട്ടാതെ നമ്മൾ എല്ലും തൊലിയുമാകുന്ന ഒരവസ്ഥ. പക്ഷേ നോമ്പിന് അത് സംഭവിക്കുന്നില്ല. നോമ്പ് നമ്മൾ 15 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആഹാരം നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ അതുകൊണ്ടൊരു ട്രാൻസിഷൻ ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ബേൺ ചെയ്യുകയും ഒരു ഫാറ്റിൻ്റെ ഒരു ചെറിയൊരു ഉപയോഗവും ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ആരോഗ്യപരമായുള്ള ഭക്ഷണം ഇഫ്താറിനും അതിൻ്റെ ഇടയിലും സുഹൂറിനും നമ്മൾ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് വീണ്ടും എനർജി ലഭിക്കുന്നു. വീണ്ടും ആ നഷ്ടപ്പെട്ട എനർജിയൊക്കെ സ്റ്റോർ ചെയ്യുന്നു. അതാണ് നോമ്പിൻ്റെ സമയത്ത് സംഭവിക്കുന്നത്. വാക്സ്വിങ്സ് ഇവന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് പ്രസൻസ് മെട്രോ മെഡിക്കൽ സെന്റർ റമദാൻ വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധ ഡോക്ടർമാരുടെ മികച്ച സേവനം തികച്ചും താങ്ങാവുന്ന ചിലവിൽ. എല്ലാവിധ അലോപ്പതി ചികിത്സാ വിഭാഗങ്ങളോടൊപ്പം ഹോമിയോ, ആയുർവേദ വിഭാഗങ്ങളുടെ സേവനവും ലഭ്യമാണ്. വെള്ളിയാഴ്ചയും പൊതു അവധി ദിവസങ്ങളിലും പ്രവർത്തിക്കുന്ന മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാനിലെ ന്യൂവേമിയ ഏരിയയിൽ ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് റോഡിലെ അൽബദർ ബിൽഡിംഗിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കാം 0674696994. രാവിലെ 8:30 മുതൽ രാത്രി 11 മണി വരെ. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. യാത്രാ സേവന രംഗത്തെ ഏറ്റവും മികച്ച നാമം, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. ദുബായ് ട്രാവൽസ്. മസ്കറ്റിൽ വിജയഗാഥകളുമായി 10 വർഷം പിന്നിട്ട ദുബായ് ട്രാവൽസ് മികച്ച സേവന പാരമ്പര്യവുമായി ഇപ്പോൾ ഒമാനിലുടനീളം. ദുബായ് ട്രാവൽസ് അൽ ഖുവൈർ, ദുബായ് ട്രാവൽസ് ഗോബ്ര, ദുബായ് ട്രാവൽസ് സീബ്, ദുബായ് ട്രാവൽസ് റൂവി, ദുബായ് ട്രാവൽസ് വാദി കബീർ, ദുബായ് ട്രാവൽസ് സോഹാർ ആൻഡ് ദുബായ് ട്രാവൽസ് സലാല. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. ലോകമെമ്പാടുമുള്ള ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഡെസർട്ട് ലൈൻ ഗ്രൂപ്പിന്റെ റമദാൻ ആശംസകൾ. Aris Group UAE. Aris Group of companies provide solutions for healthcare sector, industrial sector and hospitality sector. Aris Medical Devices and Equipments Company LLC UAE. Aris General Trading LLC UAE. Peanut Trading LLC UAE. Peveth Healthcare and Industrial Technologies Kerala India. ABS Associates Kerala India. Aris Group. Call 9714244457. ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും ഡെസർട്ട് റോസ് കുടുംബത്തിന്റെ റംസാൻ ആശംസകൾ. Desert Rose, our signature adventure desert safaris. Abu Dhabi and Dubai City Tour. Live a full day and overnight safari. In short, we are a one-stop shop for all your tour requirements. Desert Rose is one of the best professionally managed tour operators in UAE. Vaxwings Events and Flowers presents Metro Medical Center Ramadan വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. പുണ്യങ്ങൾ പൂക്കുന്ന ഈ അനുഗ്രഹീത മാസത്തിൽ ആത്മശുദ്ധിയോടെ, വ്രതശുദ്ധിയോടെ, ദൈവപ്രീതിക്കായി, ലോക ജനതയുടെ സമാധാനത്തിനും ക്ഷേമ ഐശ്വര്യങ്ങൾക്കുമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ബാത്ത് ലൈൻ ഗ്രൂപ്പിൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. ഖുർആൻ വാക്യങ്ങൾ അലയടിക്കുന്ന ഈ പുണ്യനാളുകളിൽ ത്യാഗത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും സന്ദേശങ്ങൾ ഉയർത്തുന്ന ഈ പാവന നിമിഷത്തിൽ നമുക്ക് സർവശക്തനായ അള്ളാഹുവിലേക്ക് അടുക്കാം. ഈ ലോകമോഹ ചിന്തകളിൽ നിന്നും മാറി ആത്മീയ നൽവരങ്ങളെ നൽകുവാൻ തക്കവണ്ണം മനസ്സുകളെ പുതുക്കി മാനുഷിക ജീവിതത്തിന് ആവശ്യമായ നല്ല ഫലങ്ങൾ കായ്ക്കുന്നവരായി ഈ ദിനങ്ങളിൽ നമുക്ക് തീരാം. റംദാൻ വ്രതമനുഷ്ഠിക്കുന്ന വിശ്വാസി സമൂഹത്തിന് എൻ്റെ കുടുംബത്തിൻ്റെയും അലൻസി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെയും റംദാൻ ആശംസകൾ. അസ്സലാമു അലൈക്കും. പരിശുദ്ധ ഖുർആൻ അവതരിച്ച പുണ്യ റംസാൻ മാസത്തിൻ്റെ പ്രത്യേകതയായ ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ സിസ്റ്റാവിനോടുള്ള അടുപ്പം കാണിക്കാനുള്ള ഒരവസരമാണ്. ആത്മശുദ്ധി കൈവരിക്കാനും അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം ആ സത്യവിശ്വാസി ആ സ്വയ സമർപ്പണത്തിൽ കൂടി നേടുന്നത് ആത്മീയവും ശാരീരികവുമായ ഒരു ക്ലീൻസിംഗ് ആണ്. അത് അവൻ്റെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പാതയിൽ
ആത്മവിശ്വാസം നൽകാനും നേരെ നിരയിൽ ചിന്തിക്കാനും അതിനുശേഷമായി അവൻ്റെ സ്വന്തം ജീവിതത്തിൽ വിജയങ്ങൾ നേടുവാനും സഹായിക്കും. ഇങ്ങനെയുള്ള പുണ്യ സവിശേഷതകൾ അടങ്ങിയിട്ടുള്ള ഈ പുണ്യ റമദാൻ മാസത്തിലെ എല്ലാ നന്മകളും ചേർത്തുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ വ്യാപാര സ്ഥാപനമായ പവർ പ്രിൻ്റിൻ്റെയും പേരിൽ ഞാൻ എല്ലാവർക്കും, എല്ലാ ഏഷ്യാനെറ്റിൻ്റെ വ്യൂവേഴ്സിനും ഒരു നല്ല ആത്മീയമായ റമദാൻ ആശംസകൾ നേരുന്നു. അസ്സലാമു അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ എന്ന ഈ മാസം നമുക്കായി അനുഗ്രഹിച്ചു തന്നത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ആൾക്കാരെ പറ്റി ചിന്തിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാനും, അതാണ് ഞങ്ങൾ ഈ മാസത്തിലൂടെ നേടിയെടുക്കേണ്ട ആ ഒരു വിശുദ്ധിയും. അത് തന്നെ നമ്മൾക്ക് അള്ളാഹുവിൽ നിന്ന് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അരിയൊട്ടി റെസ്റ്റോറൻറ്റിൻ്റെയും റമദാൻ കരീം. അസ്സലാമു അലൈക്കും. റമദാൻ എന്ന് പറയുന്നത് ഒരു പുണ്യകാലമാണ്, വ്രതത്തിൻ്റെയും നോമ്പിൻ്റെയും ഒരു കാലം. ഞങ്ങൾ ചെറുപ്പകാലം മുതൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഈ റമദാന് നോമ്പറക്കാനൊക്കെ ഞങ്ങൾ പോകാറുണ്ട്. ഇവിടെ വന്നതിന് ശേഷവും ഓരോ ഫ്രണ്ട്സിൻ്റെ കൂട്ടായ്മകളിൽ പോകാറുണ്ട്. ഏഷ്യനെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ പേരിലും എൻ്റെ ഫാമിലിയുടെ പേരിലും അൽ ജസീറ ട്രേഡിങ്ങിൻ്റെ പേരിലും റമദാൻ ആശംസകൾ. ഏഷ്യാനെറ്റിൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ബ്ലൂ മാർട്ട് ഗ്രൂപ്പിൻ്റെയും വൈഡ് റേഞ്ച് ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ റമദാൻ കരീം. വാക്സ്വിങ്സ് ഇവന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് പ്രസൻസ് മെട്രോ മെഡിക്കൽ സെന്റർ റമദാൻ വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. എന്തിനേച്ചി ഇത്രയധികം സ്വാദുള്ള ദോശ ഇഡ്ലിയും കഴിക്കാൻ ശരവണയോളം മറ്റൊന്നുമില്ല ഊട്ടിയെ. 10 വർഷമായി ഞങ്ങൾ ഈ സ്വാദിനപ്പാ. സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്, ക്വാളിറ്റി വിതൗട്ട് കോംപ്രമൈസ്. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഗ്രൂപ്പ് 10 പ്രോജക്ട് ഡെവലപ്മെന്റിന്റെ പരിശുദ്ധമായ റമദാൻ ആശംസകൾ നേരുന്നു. Nasan Alloy General Trading LLC. That everyone has to go. One place, less money, guaranteed. Nasan Alloy General Trading LLC. ഷാർജ, UAE. എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും ഹെർസ്റ്റൈൽസ് ലേഡീസ് ബ്യൂട്ടി സലൂണിന്റെ വക റമദാൻ ആശംസകൾ. പെരിയാർ റൈസ്, പാരമ്പര്യത്തിന്റെ തനതായ രുചി, ആരോഗ്യത്തിന്റെ മികവാർന്ന ചേരുവകൾ, മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും. പെരിയാർ റൈസ്. ലോകമെമ്പാടുമുള്ള എല്ലാ ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ റമദാൻ ആശംസകൾ. Waxwings Events and Flowers presents Metro Medical Center Ramadan വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. ടേസ്റ്റി വണ്ടേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും റമദാൻ ആശംസകൾ. റമദാൻ എന്ന മാസം നോമ്പിൻ്റേതാണ്, പ്രാർത്ഥനയുടേതാണ്, അതുപോലെ തന്നെ നല്ല നല്ല രുചികരമായ നോമ്പുതുറ വിഭവങ്ങളുടേതുമാണ്. ഓരോ നോമ്പ് ദിനവും തുറക്കുന്നത് നല്ല രുചികരമായ വ്യത്യസ്തമായ നോമ്പുതുറ വിഭവങ്ങളിലൂടെയാണ്. ഓരോ ദിവസവും എത്രത്തോളം വ്യത്യസ്തമാക്കാം എന്നായിരിക്കും ഓരോ വീട്ടിലെയും ചിന്ത. അപ്പോൾ ഈ വ്രതമാസത്തിൽ നല്ലൊരു ഇഫ്താർ രുചിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ എത്തി നിൽക്കുന്നത് ദുബായ് കിസൈസിലുള്ള മദീന മോളിൽ 2nd ഫ്ലോറിലുള്ള അരി ഓർ റൊട്ടി റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ വിഭവം എന്താണെന്ന് അറിയണ്ടേ? അതിന് വേണ്ടിയിട്ട് നമുക്ക് കിച്ചൺ പാർട്ടിലേക്ക് പോയിട്ട് വരാം. അങ്ങനെ അരിയോ റൊട്ടി റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ പാർട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഇഫ്താർ വിഭവം തയ്യാറാക്കി തരാനായിട്ട് ഷെഫ് എന്നോടൊപ്പം ഉണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ് ഷെഫ്. അസ്സലാമു അലൈക്കും. എന്താണ് ഇന്നത്തെ ഇഫ്താർ വിഭവം? ഒരുപാട് വിഭവങ്ങൾ ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. ഇതിനെല്ലാം കൂട്ടി എങ്ങനെയാണോ എളുപ്പത്തിലൊരു വിഭവം ഉണ്ടാക്കുന്നത് നമുക്ക് ചോദിക്കാം. എന്താണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ബ്രെഡ് കട്ട്ലറ്റ് ആണ്. ബ്രെഡ് കട്ട്ലറ്റ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കട്ട്ലറ്റ് ആണ്. ഫിഷ് കട്ട്ലറ്റ്, ചിക്കൻ കട്ട്ലറ്റ്, ബ്രെഡ് കൊണ്ടൊരു കട്ട്ലറ്റ്. ഇതെന്താണ് ഷെഫിൻ്റെ ഇന്നോവേറ്റീവ് ഡിഷ് വല്ലതാണോ? സിഗ്നേച്ചർ റെസിപ്പി ആണല്ലേ? ഓക്കെ. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് പറഞ്ഞോളൂ. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ മസാല ഉണ്ട്. ഇൻഗ്രീഡിയൻസ് ബോയിൽ ചെയ്ത ബീഫ് 50 ഗ്രാം, ഓക്കെ, സോൾട്ട് ശരി ആവശ്യത്തിന്, ഗരം മസാല 1/2 ടീസ്പൂൺ, ടർമറിക് പൗഡർ 1/2 ടീസ്പൂൺ, ഓക്കെ, ഗ്രീൻ ചില്ലി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ഓക്കെ, കറി ലീവ്സ് ചോപ്പ് ചെയ്ത് ആവശ്യത്തിന്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലേ? ഓക്കെ. ബീഫ് എങ്ങനെയാണ് ഇത്? എവിടുത്തെ ഇന്ത്യൻ ബീഫാണോ? ഫ്രഷ് ഇന്ത്യൻ ബീഫ്. ഫ്രഷ് ഇന്ത്യൻ ബീഫാണ് അല്ലേ? അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ആദ്യം ഒന്ന് വേവിച്ചെടുക്കുന്നു അല്ലേ? മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് അതിൻ്റെ മസാല തയ്യാറാണ്. ഓക്കെ. ഇത് ഒരു ഓണിയൻ, ഒരു ബിഗ് സൈസ് ഓണിയൻ. ഓക്കെ, ഒരു ബിഗ് സൈസ് ഓണിയൻ കൊത്തി. അതിലേക്ക്
ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചില്ലി പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ, ഓക്കെ 1 ടേബിൾ സ്പൂൺ ചില്ലി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, സോൾട്ട് ടേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, ഗരം മസാലപ്പൊടി അല്ലേ? ഇത് ഇവിടെ ഉണ്ടാക്കുന്ന ഗരം മസാലപ്പൊടി ഫ്രഷ്, നിങ്ങൾ ഉണ്ടാക്കുന്ന വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ് അല്ലേ? ഓക്കെ, കറിവേപ്പില ചോപ്പ് ചെയ്തത്, ഓക്കെ കറി ലീവ്സ് ചോപ്പ് ചെയ്തത്, ഇതെല്ലാം കൂടി ജസ്റ്റ് വെളിച്ചെണ്ണയിൽ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്യാം. ഓവർ സോട്ട് ചെയ്യില്ല, ജസ്റ്റ് സോട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ബീഫ് ക്രഷ് ചെയ്ത് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ഇതങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല. ഓക്കെ, ഈ മസാലയും ബീഫ് ക്രഷ് ചെയ്ത് കൂടി കൂട്ടിയിട്ടുള്ള മസാലയാണ് അല്ലേ? ഇത് ഫില്ലിങ്ങിനായിട്ടുള്ളതാണ്. ബ്രെഡ് കട്ട്ലേറ്റ്. ഓക്കെ, പിന്നെ ഇനി അടുത്തായിട്ട് ബ്രെഡ് വേണം. ബ്രെഡ്. ഓക്കെ, ഇവിടെ ഒരു 4 പീസ് ബ്രെഡാണ് ഷെഫ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ 5 6 കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന മസാല ഉണ്ട്. അപ്പോൾ ഞാൻ 2 കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഒരു കട്ട്ലേറ്റിന് 2 പീസ് ബ്രെഡ്. ഒരു കട്ട്ലേറ്റിന് 2 പീസ് ബ്രെഡാണ്. അത് സൈഡെല്ലാം കട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, ബോയിൽഡ് എഗ് റൗണ്ടിൽ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ഇത് ഒരു എഗ് ആണ് അല്ലേ? ഒരു എഗ് സ്ലൈസ് ചെയ്ത് വട്ടത്തിൽ സ്ലൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ബ്രെഡ് ക്രംസ് വേണം. ബ്രെഡ് ക്രംസ് ഇത് ഡിപ്പ് ചെയ്യാനുള്ള വെള്ളം. ഡിപ്പ് ചെയ്യാൻ വെള്ളം. നോർമലി കട്ട്ലേറ്റ് നമ്മൾ എഗ് വൈറ്റ് ആണ് ഡിപ്പ് ചെയ്യാറ്. നമ്മൾ ബ്രെഡ് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെള്ളം. ഓക്കെ, ഇവിടെ വെള്ളമാണ്. അതിന്റെ സോഫ്റ്റ് ആയിരിക്കും. അതിൽ നമുക്ക് ബ്രെഡ് ക്രംസ് മുക്കാം. അപ്പം വേറെ എഗ് വൈറ്റിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ 2 കട്ട്ലേറ്റ് ആണ് ഷെഫ് ഇവിടെ നമുക്ക് ഉണ്ടാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? അതെ, ബ്രെഡ് എടുത്ത് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്രെഡ് എടുത്ത് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. ദെൻ മസാല ഫില്ലിംഗ്, ഒരു പീസ് എഗ്. ഓക്കെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് അല്ലേ? യെസ്. അടുത്തൊരു പീസ് ബ്രെഡും കൂടി വെച്ച് ഓക്കെ നന്നായി വെച്ച് പ്രസ് ചെയ്യാം. ഈ പ്രസ്സിങ്ങിലൂടെ തന്നെ അത് ബൈൻഡ് ആയി കിട്ടും. 2 പീസ് ബ്രെഡ് നമ്മൾ ഇപ്പോൾ സ്ക്വയർ ഷേപ്പുള്ള ബ്രെഡ് നമ്മളിത് പ്രസ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അതങ്ങ് റൗണ്ട് ഷേപ്പ് ആക്കണം, മാറ്റിയെടുക്കും. ഷെഫ് വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്, അതുകൊണ്ട് വളരെ പെട്ടെന്ന് റൗണ്ട് ഷേപ്പ് ആയി. നമ്മളൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് വേണം. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ സ്പോട്ടിൽ തന്നെ നമുക്ക് ബ്രെഡ് ക്രംസ്, അപ്പോൾ നനവോടെ തന്നെ ബ്രെഡ് ക്രംസ് അതിന് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പലതരത്തിലുള്ള കട്ട്ലേറ്റ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെത്തേഡാണ്. അടുത്ത പീസ് ഡിപ്പ് ചെയ്യുക. എങ്ങനെയാണ് ഈ റെസ്റ്റോറൻറ്റിന് അരിയോ റൊട്ടി എന്ന് പറയുന്നത്? അരിയോ റൊട്ടി എന്ന് പറയുന്നത് തലശ്ശേരിയുടെ ഒരു ടിപ്പിക്കൽ ഒരു റൊട്ടിയാണ്. അങ്ങനെ തലശ്ശേരി വിഭവങ്ങൾ കൂടുതൽ കൊടുക്കുന്നതുകൊണ്ടാണോ? എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇവിടെ മറ്റ് നോമ്പുതുറ വിഭവങ്ങൾ കൊടുക്കുന്നത്? നോമ്പുതുറ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറച്ചിപ്പത്തിരി, മടക്കിപ്പത്തിരി, പുഴുങ്ങപ്പത്തിരി, ചട്ടിപ്പത്തിരി, എല്ലാത്തിനും സ്പെഷ്യൽ മസാല കാണുമായിരിക്കും. തലശ്ശേരി സ്പെഷ്യൽ മസാല ഉണ്ടാകും അല്ലേ? ദം ബിരിയാണി പിന്നെ പറയേണ്ട കാര്യമില്ല, തലശ്ശേരിക്കാരുടെ ഒരു കുത്തകയാണ്. ഇത് എന്നിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഇതൊരു 5 മിനിറ്റ് ജസ്റ്റ് വെക്കണം. അപ്പോൾ നമ്മളിതൊന്ന് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കുറച്ചൊന്നും കൂടി ശരിക്കും റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡിഫിക്കൽട്ട് അല്ലേ? ഓക്കെ, ഒരു 5 മിനിറ്റ് വെക്കുമ്പോൾ നമ്മളിത് കുറച്ചും കൂടി വലിപ്പം വെക്കും. ഇത് സോക്ക് ചെയ്തിട്ട് ബ്രെഡ് സോക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി വലുതായി വരും. അരിയോ റൊട്ടി സ്പെഷ്യൽ ബ്രെഡ് കട്ട്ലേറ്റ് അല്ലേ? ഇവിടെ ഫ്രൈ ചെയ്യാനുള്ള പാകത്തിനായിരിക്കുകയാണ്. ഇനി നമ്മൾ 5 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇത് കുറച്ചും കൂടി സോക്ക് ആയിട്ട് കുറച്ചും കൂടി സൈസ് വലുതായി. ഇനി ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം അല്ലേ? ഓക്കെ ഓക്കെ, ഈ ബ്രെഡ് കട്ട്ലേറ്റ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? നല്ല എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. റിഫൈൻഡ് ഓയിൽ. ഓക്കെ, അധികം ടൈമൊന്നും നമ്മളിത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ബീഫ് ഓൾറെഡി കുക്ക്ഡ് ആണ്, ബോയിൽഡ് എഗ് ആണ്, മസാല എല്ലാം കുക്ക്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് സമയം നമുക്ക് ജസ്റ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേനും അത് എടുത്ത് മാറ്റണം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, കണ്ടാൽ അപ്പറ്റൈസിംഗ് ആയിട്ടുള്ള ബ്രെഡ് കട്ട്ലേറ്റ്, അരിയോ റൊട്ടി സ്പെഷ്യൽ ബ്രെഡ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. തീർച്ചയായും നാളെ ഈ ഒരു റംദാനിൽ, നാളത്തെ ഇഫ്താറിൽ, നാളത്തെ നോമ്പുറയായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഷെഫ്. റംദാൻ കരീം. നല്ലൊരു ഡിഷായിരുന്നു. അപ്പോൾ അടുത്ത പെരുന്നാളിൽ ഇൻഷാല്ലാ കാണുമെന്ന് വിചാരിക്കുന്നു. ടേസ്റ്റി വെണ്ടേഴ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നല്ലൊരു നോമ്പുതുറ വിഭവമായി കാണും എന്ന ശുഭപ്രതീക്ഷയോടെ മാസലാമ. വാക്സ്വിങ്സ് ഇവന്റ്സ് ആൻഡ് ഫ്ലവേഴ്സ് പ്രസൻസ് മെട്രോ മെഡിക്കൽ സെന്റർ റമദാൻ വിരുന്ന്. Powered by Nallara Group. This program is sponsored by Gulf Echo. നോമ്പ് പിടിച്ച ഓരോ വ്യക്തിക്കും നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രാർത്ഥന അതിന് ഉത്തരം കിട്ടുമെന്ന് പ്രവാചകൻ അരുൾ ചെയ്തിരിക്കുന്നു.
നോമ്പ് പിടിക്കുന്ന പല വ്യക്തികളും ഇതേക്കുറിച്ച് വാസ്തവത്തിൽ അശ്രദ്ധരാണ്. നോമ്പ് തുറക്കാനുള്ള തത്രപ്പാടിലായിരിക്കും അവർ. പകരം ആ സമയം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിനിയോഗിച്ചാൽ ദൈവം തമ്പുരാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നതാണ്. നോമ്പ് തുറക്കുന്നതിന് ഏതാണ്ട് 10 മിനിറ്റ് നമുക്കതിന് കണക്കാക്കാം. മുമ്പുള്ള സമയം അവിടെ മുതൽ 10 മിനിറ്റിനുള്ളിൽ നോമ്പ് തുറന്നിരിക്കണം. ആ സമയം ഏതെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ, അത് ഭൗതികമായിക്കൊള്ളട്ടെ, ആത്മീയമായിക്കൊള്ളട്ടെ, പാരത്രികമായിക്കൊള്ളട്ടെ, നേടിയെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ദുആയ്ക്ക് ഉത്തരം നൽകുന്നതാണ്. ഇന്നത്തെ റംദാൻ വിരുന്ന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട മെയിൽ ID ramdanvirunnu123@gmail.com. നാളെ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം. Waxwings Events and Flowers presents Metro Medical Center Ramadan Virunnu. Powered by Nallara Group. This program was sponsored by Gulf Echo in association with സ്വാദേറും ഇഡ്ഡലി ദോശ മാവിന് ശരവണ ഇൻസ്റ്റന്റ് കുക്ക്. മെട്രോ മെഡിക്കൽ സെന്റർ അജ്മാൻ, യുവർ ഫാമിലി മെഡിക്കൽ സെന്റർ. മലയാളിയുടെ മറ്റ് വിശിഷ്ട പ്രാതൽ വിഭവങ്ങളും പെരിയാർ റൈസ്. ദുബായ് ട്രാവൽസ്, യാത്രക്കാരുടെ സമ്പൂർണ്ണ സംതൃപ്തി. Nasrin Alloy General Trading LLC. Sharjah, UAE. Desert Rose is one of the best professionally managed tour operators in UAE. Aris Group UAE.